ശാപക്കുഴിയിൽ നിന്നേറ്റിയതാ, പാപത്തിൽ നിന്നെ രക്ഷിച്ചതാ. ശാപക്കുഴിയിൽ നിന്നേറ്റിയതാ, എൻ കാൽകളെ ഗിരിമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കിയതാ. എൻ കാൽകളെ ഗിരിമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കിയതാ. ഞാനെങ്ങനെ നിന്നെ സ്തുതിക്കാതിരിക്കുമെന്നുടയവനേ, ഞാനെങ്ങനെ നിന്നെ സ്തുതിക്കാതിരിക്കുമെന്നുടയവനേ. കൂട്ടുകാർ പരമായി പോറ്റുന്നോനേ, കൂട്ടുകാർക്ക് അതിശയമാക്കിയോനേ, കൂട്ടുകാർ പരമായി പോറ്റുന്നോനേ, കൂട്ടുകാർക്ക് അതിശയമാക്കിയോനേ. കൂടപ്പിറപ്പുകൾ കൂട്ടമായി മാറുമ്പോൾ കൂട്ടിൽ ചേർത്തടച്ചിനെ നേടിയോനേ. കൂടപ്പിറപ്പുകൾ കൂട്ടമായി മാറുമ്പോൾ കൂട്ടിൽ ചേർത്തടച്ചിനെ നേടിയോനേ. ഞാനെങ്ങനെ നിന്നെ സ്തുതിക്കാതിരിക്കുമെന്നുടയവനേ, ഞാനെങ്ങനെ നിന്നെ സ്തുതിക്കാതിരിക്കുമെന്നുടയവനേ. എന്റെ കർമ്മവിശ്വാസം കേട്ടവനേ, എന്നെ നീർക്കണം കണ്ടവനേ, എന്റെ കർമ്മവിശ്വാസം കേട്ടവനേ, എന്നെ നീർക്കണം കണ്ടവനേ. എൻ വിലാപത്തെ നൃത്തമായി മാറ്റിയ എൻ പൊന്നുനാഥനെ ധ്യാനിക്കുമ്പോൾ, എൻ വിലാപത്തെ നൃത്തമായി മാറ്റിയ എൻ പൊന്നുനാഥനെ ധ്യാനിക്കുമ്പോൾ, ഞാനെങ്ങനെ നിന്നെ സ്തുതിക്കാതിരിക്കുമെന്നുടയവനേ, ഞാനെങ്ങനെ നിന്നെ സ്തുതിക്കാതിരിക്കുമെന്നുടയവനേ. ആത്മമണാളി സ്പർശനത്താൽ ആത്മീയ ചൈതന്യമേറിടുന്നേ, ആത്മമണാളി സ്പർശനത്താൽ ആത്മീയ ചൈതന്യമേറിടുന്നേ. ആനന്ദമേകും നിൻ ദർശനത്താൽ ഞാൻ ആത്മപൂർണ്ണനായി മാറിടുമ്പോൾ, ആനന്ദമേകും നിൻ ദർശനത്താൽ ഞാൻ ആത്മപൂർണ്ണനായി മാറിടുമ്പോൾ, ഞാനെങ്ങനെ നിന്നെ ഞാനെങ്ങനെ നിന്നെ സ്തുതിക്കാതിരിക്കുമെന്നുടയവനേ. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. ജീവവചന ധ്യാന ചിന്തയിലെ എല്ലാ കേൾവിക്കാരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജഡം കൊണ്ട് അവസാനിപ്പിക്കരുത് എന്ന ഒരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളുടെ ദൈവഹിതത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്ത് ദൈവവചനത്തിൽ നിന്ന് കടുകിട ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ആത്മാവിൻ്റെ ശക്തിയാൽ ഏത് ജീവിത സാഹചര്യങ്ങളെയും നേരിട്ടിട്ട് ചില വർഷങ്ങൾക്കിപ്പുറം എത്തി നിൽക്കുമ്പോൾ ദൈവഹിതം വിട്ടുമാറി സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്തി ആത്മശക്തിയെയും ആത്മാവിൻ്റെ നടത്തിപ്പും വിട്ടുമാറി സാഹചര്യങ്ങൾക്കൊക്കെ അനുസൃതമായ ജീവിതം നയിക്കുന്ന ഒരു തലമുറയിൽ എത്തി നിൽക്കുന്ന ആത്മിക ഗോളം ആത്മശക്തിയെ അവഗണിക്കുകയും മാനുഷിക ബലഹീനതകളിൽ ചാരുകയും സ്വന്തം പ്രയത്നത്താൽ ദൈവദൃഷ്ടിയിൽ നീതിമാന്മാരാകുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിശ്വാസികളുടെ ജീവിതം ജഡം കൊണ്ട് സമാപിക്കുന്നതായിത്തീരും എന്നല്ലേ ഇവിടെ തിരുവചനം ബോധ്യമാക്കി തരുന്ന സത്യം. കൃപയുടെ പ്രമാണപ്രകാരം ആത്മീയ ജീവിതം തുടങ്ങി. എന്നാൽ ഇപ്പോൾ ന്യായപ്രമാണ ആചാരങ്ങൾക്കും ഞങ്ങൾ അന്യരാകുവാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് വെളിപ്പെടുത്തുമാറ് ആത്മീക പ്രമാണത്തിനെതിരെ ചലിക്കുവാൻ വാദിക്കുന്നു, അല്ലെങ്കിൽ ആത്മീക
പ്രമാണത്തിന്, ദൈവവചനത്തിന്, പരിശുദ്ധാത്മാവിന്റെ ഉപദേശത്തിന് എതിരെയൊക്കെ ചലിക്കുവാൻ വേണ്ടി വാദിക്കുന്ന വിശ്വാസ സമൂഹത്തെ നോക്കി ദൈവാത്മാവ് അപ്പോസ്തലനായ പൗലോസിൽ കൂടെ ചോദിക്കുന്നത്, ആത്മാവ് കൊണ്ട് ആരംഭിച്ചു നിങ്ങളുടെ ആത്മീക ജീവിതം മുൻപോട്ട് വന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ജഡത്തിൽ സമാപിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് എന്ത് എന്നൊരു ചോദ്യമാണ്. ദൈവജനത്തിൻ്റെ തെറ്റ് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ശുശ്രൂഷിക വൃന്ദത്തെ നമുക്ക് ഇവിടെ ദർശിക്കുവാൻ കഴിയും. നോക്കൂ, 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിൽ ദൈവജനത്തിന് അഭിഷേകം പ്രാപിച്ച് ആരാധിച്ചു വന്ന ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അപജയങ്ങൾക്കെതിരെ നിലകൊള്ളുകയും അവരെ ആത്മീയ ചിന്തയിലേക്ക്, ആത്മീയ നടത്തിപ്പിന് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുകയും, അല്ലെങ്കിൽ അവരുടെ തെറ്റ്, അവരുടെ കുറവ്, അവർക്ക് സംഭവിച്ച പോരായ്മ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു ശുശ്രൂഷിക വൃന്ദത്തെ നമുക്ക് 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിലും കാണുവാൻ കഴിയും. ഇന്നത്തെ സഭയിലും അതുപോലെ ശുശ്രൂഷിക്കുവാൻ, ഉപദേശിക്കുവാൻ, തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ, ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ശുശ്രൂഷക വൃന്ദത്തിന് കഴിയണം എന്നൊരു ഉപദേശം കൂടെ, ഒന്നൊരു മുന്നറിയിപ്പ് കൂടെ ഈ ലേഖനത്തിൽ കൂടി അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിപ്പിച്ച ജീവിതമാണ് ഇസ്രായേലിന്റെ 1-ാമത്തെ രാജാവായിരുന്ന ശൗലിൻ്റേത്. തുടക്കം വളരെ ഗംഭീരമായിരുന്നു. ആത്മാവിനാൽ പ്രാപിച്ചവൻ, അഭിഷേകം പ്രാപിച്ചവൻ, ശമൂവേൽ പ്രവാചകനിൽ കൂടെ ദൈവികാലോചനകൾ കേൾക്കുകയും അതെല്ലാം നിറവേറ്റുകയും ചെയ്തത്. എന്നാൽ ക്രമേണ ദൈവത്തിൻ്റെ വഴി താൻ വിട്ടുമാറി. ദൈവിക ആലോചനകൾക്ക് ഒട്ടും വില കൽപ്പിക്കാതെ അതിനെയെല്ലാം വിട്ടുമാറി ആത്മീക അധികാരത്തെ ധിക്കരിക്കുവാൻ കാൽച്ചുവടുകൾ വെച്ചവൻ ശൗൽ. ദൈവകോപം സ്വന്തം പ്രവൃത്തിയാൽ വാങ്ങി സമ്പാദിച്ചവൻ, തനിക്ക് അവകാശമില്ലാത്ത യാഗപീഠത്തിൽ കയറിയവൻ. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ശൗലെന്ന രാജാവിൻ്റെ ആത്മീയ പരാജയത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ തനിക്ക് യഥാസ്ഥാനപ്പെടുവാൻ, പാപവഴികളെ വിട്ട് മടങ്ങി വരുവാൻ പല അവസരങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും പ്രിയരെ, അതെല്ലാം സ്വയം നഷ്ടമാക്കി കളഞ്ഞവൻ തൻ്റെ വിലയേറിയ ജീവിതം ജഡം കൊണ്ട് അവസാനിപ്പിച്ചു. തൻ്റെ തിരഞ്ഞെടുപ്പിനെയും തൻ്റെ മേൽ ദൈവം പകർന്നു കൊടുത്ത രാജകീയ അധികാരത്തെയും അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. തന്നെ തിരഞ്ഞെടുത്തവനെയും തന്നെ നിയമിച്ചാക്കിയവനെയും താൻ അവഗണിക്കുകയും അപമാനിക്കുകയുമാണ് അവിടെ ചെയ്തത്. അവൻ തൻ്റെ ജീവിതം സ്വയം അവസാനിപ്പിച്ചു. അഭിഷേകമുള്ളവനും ദൈവം തിരഞ്ഞെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവനുമായ ദാവീദിനെ നശിപ്പിക്കുവാൻ താൻ പലവട്ടം ഉപയോഗിച്ച കുന്തം ഉപയോഗിച്ച് സ്വയം ജീവനൊടുക്കി കളയേണ്ടി വന്നു ശൗലിന്. ദൈവവിളിയെ, ദൈവനിയോഗത്തെ, ദൈവിക അഭിഷേകത്തെ മുഖവിലേക്കെടുക്കാത്തവനെ പ്രിയരെ സാത്താൻ അവിടെ നശിപ്പിച്ചു കളഞ്ഞതിൽ വിജയിച്ചു. ആത്മാവ് കൊണ്ട് തുടങ്ങിയവൻ ദുരാത്മാവ് കൊണ്ട് അവസാനിപ്പിച്ചു. ആത്മാവിനാൽ തുടങ്ങിയവൻ ജഡം കൊണ്ട് തീർന്നു. അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കിയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. 1 ദിനവൃത്താന്ത പുസ്തകം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് ശൗലിന്റെ പരാജയത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവികാലോചനയ്ക്കും ദൈവാത്മാവിൻ്റെ നടത്തിപ്പിനും നാം എന്നു മുതൽ വില കൽപ്പിക്കാതെ അവഗണിച്ചു തുടങ്ങിയോ, അന്ന് മുതൽ ജഡീകമായ ഒരു ജീവിത നിലവാരമായിരിക്കും നമ്മിൽ തുടർന്നു വരുന്നത്. ആത്മീയ നടത്തിപ്പിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മടങ്ങി വരുവാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കാതെ നാം വീണ്ടും ജഡത്തിൽ ആശ്രയിച്ച് മാനുഷിക താല്പര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെട്ട് മാനുഷിക ബലഹീനതകളിലൊക്കെ രസിച്ചും സന്തോഷിച്ചും ആശ്രയിച്ചും മുന്നേറുകയാണെങ്കിൽ വലിയ വിപത്തായിരിക്കും അവസാനം സംഭവിക്കുവാൻ പോകുന്നത്. ക്രിസ്തീയ ജീവിതം നാം ആരംഭിച്ചത് വിശ്വാസത്തിൻ്റെ കേൾവിയാലാണ്. നമുക്ക് ആത്മാവിനെ ലഭിച്ചത് വിശ്വാസത്താലാണ്. വിലയേറിയ എല്ലാ ദൈവിക ദാനങ്ങളും നമുക്ക് ലഭിച്ചത് വിശ്വാസത്തിലാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ സ്വന്തം പ്രയത്നത്താലോ അല്ല
നമുക്ക് ദൈവിക ദാനങ്ങൾ ലഭിച്ചത്, നമുക്ക് ആത്മാവിനെ ലഭിച്ചത്. സുവിശേഷം കേട്ട് വിശ്വസിച്ചതിനാലാണ് രക്ഷ, സ്നാനം, മാനസാന്തരം, പരിശുദ്ധാത്മാഭിഷേകം, ആത്മനിറവിൻ ജീവിതം ഒക്കെ നമുക്ക് ലഭിച്ചത്. നാം അത് ആസ്വദിച്ച് അനുഭവിച്ച് വളരുവാൻ ഇടയായിത്തീർന്നത്. ആകയാൽ പ്രിയരെ, തുടർന്നുള്ള നമ്മുടെ ജീവിത കാലഘട്ടത്തിലും തുടർന്നുള്ള നമ്മുടെ ജീവിത നിലവാരം മുഴുവൻ, ജീവിതത്തിൻ്റെ പ്രവൃത്തി മുഴുവൻ ആത്മാവിൽ തന്നെ നടക്കണം. ആത്മാവിനാൽ തന്നെ നാം നയിക്കപ്പെടണം. ആത്മീയ ജീവിത നിലവാരത്തെ ഒരിക്കലും ജഡം നിയന്ത്രിക്കുവാൻ ഇടയാകരുത്. ആത്മാവിനെതിരാണ് എപ്പോഴും ജഡം. ജഡം ചിത്രീകരിക്കപ്പെടുന്നത് നാം വീണ്ടും ജനിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു പ്രാകൃത മനുഷ്യന്റെ ജീവിതത്തെയാണ്. വീണ്ടും ജനനത്തിൽ കൂടി നാം ക്രിസ്തീയ ജീവിതം തുടങ്ങിയ നമ്മെ പൂർണ്ണതയിലെത്തിക്കുന്നതിന് ആത്മാവാണ് നമ്മളെ പൂർണ്ണതയിലെത്തിക്കുന്നത്, ജഡമല്ല. അതുകൊണ്ട് ജഡത്തെ നാം ഉയർത്തി കാണിക്കാൻ ഇടയാകരുത്. ജഡത്തെ നാം ഉയർത്തുവാൻ ഇടയാകരുത്, അനുസരിക്കുവാൻ ഇടയാകരുത്. മറിച്ച് ആത്മാവിനെ അനുസരിച്ച്, ആത്മാവിനെ കേട്ട്, ആത്മാവിനെ മാനിച്ച് നാം പൂർണ്ണതയിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. കുടപ്പിറപ്പുകളെ, നാം ആത്മാവിൽ തുടങ്ങിയവരാണ്. അതുകൊണ്ട് ഒരിക്കലും ജഡത്തിൽ അവസാനിപ്പിക്കരുത്. ജഡത്തെ അതിന് രാഗമോഹങ്ങളോടുകൂടി ക്രൂശിക്കുന്നവരായി കേൾക്കപ്പെടുന്ന ആ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ശുദ്ധീകരിക്കപ്പെടുകയും ആത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ശക്തിയുള്ളവരായി ജീവിക്കുകയും ചെയ്യുവാൻ നാം സമർപ്പിക്കുമെങ്കിൽ നല്ല ഒരു അന്ത്യം നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആത്മാവിൽ തന്നെ തുടങ്ങി, ആത്മാവിൽ തന്നെ ജീവിച്ച്, ആത്മാവിൽ തന്നെ അവസാനിക്കുവാൻ, നാം എത്തേണ്ട ആ ഇടത്തേക്ക് തന്നെ ആത്മാവ് നമ്മളെ എത്തിക്കുമെന്നുള്ള ബോധ്യത്തോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ നാം തന്നെ നമുക്ക് ആശ്രയിക്കാം. അതിനിടയാകട്ടെ. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചന ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ആത്മാവിൽ ആശ്രയിച്ച് തുടങ്ങിയിട്ട് ജഡത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു ദുഷിച്ച, ഒരു നശിച്ച ജീവിതാന്ത്യം പ്രാപിക്കുവാൻ ഇടയാകാതെ ആത്മാവിൽ തുടങ്ങി, ആത്മാവിൽ തന്നെ തുടർന്ന്, ആത്മാവിൽ തന്നെ അവസാനിക്കുന്നു ഒരു ജീവിത നിലവാരം പുലർത്തി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, ദൈവാനുകൂലതയുള്ളവരായി, സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ഇന്ന് പകലും അതിനുള്ള കൃപയും ബലവും ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവ്, സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങുകയും കാത്തിരിക്കുകയും ചെയ്യാം. മാറാനാഥ. ശ്വാസം കേട്ടവനെ, കണ്ടവനെ, ശ്വാസം കേട്ടവനെ, കണം കണ്ടവനെ, ാമത്തെ വ്യക്തമായി മാറ്റിയ എൻ പൊന്നുനാഥനെ ധ്യാനിക്കുമ്പോൾ, ാമത്തെ വ്യക്തമായി മാറ്റിയ എൻ പൊന്നുനാഥനെ ധ്യാനിക്കുമ്പോൾ ഞാനെങ്ങനെ സ്തുതിക്കാതിരിക്കുമെന്നുടയവനെ, ഞാനെങ്ങനെ സ്തുതിക്കാതിരിക്കുമെന്നുടയവനെ. ആത്മമണാളി സ്പർശനത്താൽ ആത്മീയ ചൈതന്യമേറിടുന്നേ, ആത്മമണാ